ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരികയല്ലേ, നമുക്കൊന്ന് മിന്നിച്ചാലോ? അടിപൊളി പ്ലാനറൊക്കെ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ചുള്ളിക്കമ്പും ഒരു നല്ലൊരു പ്ലാസ്റ്റിക് ബോട്ടിലും ഒക്കെ എടുത്തിട്ട് ഇന്ന് നല്ലൊരു വീടിന് അലങ്കാരപ്പണിയായ ഒരു പ്ലാന്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കോമഡിയൊക്കെ നടന്നിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഇട്ടത്. ഞാൻ എൻ്റെ ചേമ്പും കപ്പിയൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി ഒരു ചുള്ളിക്കമ്പ്, ഒരു മരച്ചില്ല എന്ന് തന്നെ പറയാം, അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു സാധനം കിട്ടി. അപ്പം എനിക്ക് തോന്നിയ ഒരു ഐഡിയയാണ് ഇത് വെച്ചിട്ട് ഒരു നല്ലൊരു പ്ലാന്റർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ചുള്ളിക്കമ്പ് മാത്രം പോരാ, അത് പിടിച്ചു നിർത്താൻ എന്തെങ്കിലും ഒരു ചട്ടി വേണം. അപ്പം ഞാൻ വിചാരിച്ചു അതും വേസ്റ്റ് മെറ്റീരിയൽ തന്നെ ആവട്ടെ. അപ്പം ഞാനിങ്ങനെ കടയിലേക്ക് നോക്കിയിട്ട് അവിടെ ഇരിക്കണ ആ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എന്നെ നോക്കിയിട്ടിരിക്കണാണ്. അപ്പോൾ അത് ആ മിച്ചറൊക്കെ വെച്ച മിച്ചറും ബിസ്ക്കറ്റും ഒക്കെ വെച്ച ആ പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ. അപ്പം ഞാനത് ഇന്ന് ഒരെണ്ണം കൊണ്ട് അടിച്ചു മാറ്റി. അടിച്ചു മാറ്റിയതല്ല കേട്ടോ, എനിക്ക് തന്നതാണ്. അപ്പം ഞാൻ അതും സംഘടിപ്പിച്ചു. ഈ ചുള്ളിക്കമ്പും കൂടിയിട്ട് നമ്മുടെ പണി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ മുകളിലത്തെ ആ സ്റ്റിക്കറും ഒക്കെ പറിച്ച് കളഞ്ഞിട്ട് കുട്ടപ്പനാക്കി. നല്ല ബോട്ടിലായിരുന്നേ ഇത്. അവിടെ കടയിൽ എന്തോ ഒരു സാധനം, എന്തോ ഒരു ബേക്കറി ഇട്ട് വെക്കണതാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് നന്നായിട്ട് സെറ്റാക്കി. അപ്പോൾ സാധാരണ ഇത് ഹോൾസൊക്കെ ഇടും, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യണില്ല. ഞാൻ നമ്മുടെ വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു, അവരെ നല്ല സൂപ്പർ പശ അങ്ങോട്ട് മേടിച്ചിട്ട് അതങ്ങോട്ട് ഒട്ടിച്ചു. ഇതിന് ഹോൾസൊന്നും ഇടുന്നില്ല. നമ്മൾ ഇൻഡോറായിട്ട് വെക്കാൻ പോകുന്ന ഒരു ബോട്ടിൽസിനും ഹോൾസ് ഞാൻ ഇടാറില്ല, കാരണം നനയ്ക്കുമ്പോൾ വെള്ളം പോയാൽ പിന്നെ അത് തുടക്കാൻ നിൽക്കണം. അകത്ത് വെക്കുന്നത് ഇട്ടാൽ പുറത്ത് വെക്കുന്നതിനൊക്കെ ഇടും. അപ്പോൾ ഇതിന് പിന്നെ നമുക്ക് ഹോൾസൊന്നും വേണ്ട. ഇനി നമുക്ക് ഈ മരച്ചില്ല ഒന്ന് അതിലേക്ക് ഫിറ്റ് ചെയ്തിടണം. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ചുള്ളിക്കമ്പൊക്കെ നമുക്ക് മാറ്റാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ആ വളഞ്ഞ് നിൽക്കുന്ന ഭാഗവും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ്. ഇനി നമ്മുടെ ചട്ടിയിൽ, ഇനിയിപ്പോൾ ചട്ടി എന്നൊക്കെ പറയാം, നമ്മുടെ ചെടിച്ചട്ടിയിൽ നല്ല മണ്ണും വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് കിട്ടിയ ഈ മാവിൻ്റെ ചുള്ളിക്കമ്പ് ഞാൻ അതിലങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ലൊരു എന്താ പറയുക സമാധാനമായിട്ടായി. ഇനി അത് ഉണങ്ങി സെറ്റാവണം. അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൊരു കമ്പാണ്. അപ്പോൾ നമ്മുടെ ചട്ടി കുറേ കാലിയായിട്ടിരിക്കുന്നുണ്ട്, കഴിഞ്ഞാൽ അതിലൊക്കെ ചെടി നടാനൊക്കെ ഉണ്ട് കേട്ടോ, കുറേ പണിയുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ട്രേട്ടാ, നമ്മുടെ കടയിൽ തന്നെ മുട്ട കൊടുന്ന് വെക്കണ ട്രേയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടൊരു പരിപാടി ഉണ്ട്. അങ്ങനെ അത് എടുത്ത് കട്ട് ചെയ്തു. അതെടുത്ത് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമാണ്, ഇതിങ്ങനെ വേഗം പോരും. ഈ സാധനം ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പം ഞാൻ എന്ത് വേസ്റ്റ് മെറ്റീരിയൽ കിട്ടിയാലും അത് എടുത്ത് വെക്കൂട്ടോ, നമുക്കത് ഉപകാരപ്പെടും. എൻ്റെ കയ്യിൽ എന്ത് സംഭവം കിട്ടിയാലും ഞാൻ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കും. അതുപോലെ ഒരു 10 ചാക്ക് സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടാത്ത കാരണം കേട്ടോ, ഞാൻ ഓരോന്നുണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടണില്ല. നമ്മുടെ എല്ലാ പച്ചക്കറിയും ഗാർഡനിങ്ങും ഒക്കെ കൂടിയിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ക്രാഫ്റ്റും ഒന്നും കൂടിയിട്ട് നടക്കില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഈ സാധനം ഇതേപോലെ ഇങ്ങനെ സെറ്റാക്കി എടുത്തു. അതിനൊരു ഹോളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാനൊരു വേറെ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മരത്തിൻ്റെ മുകളിൽ, നമ്മുടെ ചുള്ളിക്കമ്പിൻ്റെ മുകളിൽ ഒരു 20 രൂപയുടെ ചൂടിക്കയർ ഞാൻ ചുറ്റിയിട്ടുണ്ട്. അത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ അത് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനതിങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ ഈ മുട്ട ട്രേ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല മുട്ടത്തോടും കൂടി വേണം. അപ്പോൾ നല്ല മുട്ടത്തോട് എന്ന് പറഞ്ഞത് ഇതുപോലെ മുട്ട പൊട്ടിച്ചെടുത്തിട്ടുള്ള തോട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിൽ ബൾബ് കത്തിയിട്ടുണ്ടാവും. നമ്മുടെ പിന്നെ തമ്പനയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ അത് ഇതാ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഈ മുട്ട വെച്ചിട്ട് ഓരോ ബൾബുകൾ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച്. അപ്പം ഞാനതൊരു ഫ്ലവറാണ് എൻ്റെ മനസ്സിൽ വന്നത്, പക്ഷേ ഞാനത് അവിടെ സെറ്റ് ചെയ്തു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനിതെല്ലാം ഒട്ടിച്ചുണ്ടാക്കിയതിന് ശേഷം ഈ മുട്ടയും ട്രേയും ഞാൻ അവിടെ വെച്ചിട്ട് ഒക്കെ ഒട്ടിച്ച് സെറ്റാക്കി. പക്ഷേ അത് കാക്ക വന്ന് തട്ടിമറിച്ചിട്ടിട്ട് ഞാൻ രണ്ടാമത് റീസെറ്റ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ. പിന്നെ അതുപോലെ പച്ച പെയിൻറ്റും ഗോൾഡൻ കളർ പെയിൻറ്റും എൻ്റെ തീർന്നു എന്ന് തന്നെ പറയാം. അതും പെയിൻ്റ് അടിച്ചിട്ട് ഇതേ രൂപത്തിൽ ഞാൻ കുട്ടപ്പനാക്കി എടുത്തിട്ടാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് കുട്ടപ്പ എന്ന് വിളിക്കാം. പിന്നെ അതിൻ്റെ താഴെ അടിയിലിരിക്കണേ നമ്മുടെ
അലമാരി പണിതില്ലേ അതിൻ്റെ ബാക്കി മൾട്ടിവുഡാണ്. അത് വെച്ചിട്ട് ഞാൻ നല്ലൊരു പലകയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ പോട്ടിലൊക്കെ ഒന്ന് കറുപ്പ് കളർ പെയിൻ്റൊക്കെ അടിച്ച് പിന്നെ കുറച്ച് മിന്നാമിന്നികളൊക്കെ കൊടുന്നിട്ട് അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തു. മിന്നാമിന്നി സെറ്റ് ചെയ്ത് കൊളായോ എന്നൊരു സംശയം. കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ. ഇനിയാണ് നമ്മൾ അതിൽ ചെടി നടാൻ പോകുന്നത്. നമ്മുടെ വിഷയം എന്താണ്? ചെടി നട്ട്. അതിന് നമുക്ക് നല്ല അടിപൊളി മണി പ്ലാന്റ് വേണം. അപ്പം നല്ല കളർഫുള്ളായിട്ടിരിക്കണം മണി പ്ലാന്റ് തന്നെ ആയിക്കോട്ടെ, നല്ല ഗ്രീനായിട്ടിരിക്കണം മണി പ്ലാന്റ്. ഇപ്പം ഞാൻ ആ മണി പ്ലാന്റ് ഇത് എവിടെ നിന്നിട്ട് കടോടുക്കനെ പറിച്ച്. ഇവിടെ നമുക്ക് ഇഞ്ഞു മണി പ്ലാന്റ് നട്ട് വളർത്താലോ. അപ്പം ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ മണി പ്ലാന്റ് വളർത്തും. പിന്നെ അതെടുത്തിട്ട് ഞാൻ അകത്തേക്ക് ഏതെങ്കിലും ചട്ടിയിലേക്ക് മാറ്റും. അതാണ് എൻ്റെ ഒരു മെയിനായിട്ടുള്ള ഹോബി. അപ്പോൾ അവിടെ സ്ഥിരം മണി പ്ലാന്റ് ഇങ്ങനെ വെക്കാറില്ല. എനിക്ക് ആവശ്യത്തിന് വളർത്തുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടെ നിന്ന് മണി പ്ലാന്റുമായി ഞാനിതാ വീണ്ടും മേളിലേക്ക് വന്നിട്ടാണ്. നമ്മുടെ സ്റ്റെയർ കയറി വരുന്നതിൻ്റെ ഒരു കോർണർ ഭാഗമാണിത് മേളിൽ. അപ്പോൾ ഇനി അതും കൂടി അങ്ങോട്ട് സെറ്റാക്കാം. ഇപ്പം പട്ടുസാരി ചുറ്റിയ ഫിലോമിന പോലെ ആയില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. പട്ടുസാരി ചുറ്റിയ ഫിലോമിനെ കാണാൻ നല്ല ഭംഗിയാണ്, അതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഒരു നല്ലൊരു പ്ലാന്റർ ഇല്ലാത്തൊരു വിഷമം മാറിക്കിട്ടി. എനിക്ക് ഇതേപോലെ ഒരു സാധനം മണി പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു സംഭവം ഉണ്ടാക്കുന്നത് കുറേ കാലമായി ഞാൻ ആഗ്രഹിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് അതിന് സമയം ഒത്തു വന്നത്. അപ്പോൾ അതിപ്പോൾ ഡിസംബർ മാസത്തിൽ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിതൊരു ക്രിസ്മസ് ട്രീ ആക്കിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ മുകളിൽ അതിന് അത്യാവശ്യം നല്ല തോരണങ്ങളൊക്കെ തൂക്കിക്കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി ക്രിസ്മസ് ട്രീ ആവട്ടോ. ഇങ്ങനെയാണെങ്കിൽ നല്ല ഭംഗിയിൽ ബൾബൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ബൾബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ സൂപ്പറായിട്ടുള്ളൊരു പ്ലാന്റർ നമുക്ക് വീടിന് അലങ്കാരമായിട്ട് കിട്ടും. അധികം കാശ് ചിലവൊന്നുമില്ല.